നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് OET ലിസണിംഗ് പാർട്ട് ബി. ലിസണിംഗ് പാർട്ട് ബിക്കകത്ത് നമുക്കറിയാം 6 ക്വസ്റ്റ്യൻസ് ആണ് റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ ഔട്ട് ഓഫ് ദ 3 ഓപ്ഷൻസ് only 1 ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് വൺ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനു മുമ്പും കാൻഡിഡേറ്റ്സിന് ഒരു 15 സെക്കൻഡ്സ് കിട്ടും ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷൻസും വായിച്ച് നോക്കാൻ. അപ്പോൾ ഓഡിയോ കഴിഞ്ഞ ശേഷം എഗെയിൻ ഒരു 5 സെക്കൻഡ്സ് കിട്ടും നമുക്ക് കറക്റ്റായ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി. നൗ ഐ വിൽ ഡിസ്കസ് some of the tips and strategies which are essential to solve any particular question. ഏറ്റവും പരമപ്രാധാന്യമായ കാര്യം എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നു. സോ നമ്മൾ പാർട്ട് എ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി OET കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ ലിസണിങ്ങിനും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സമയം what we need to do, we need to read and understand the question. നമ്മൾക്ക് ക്വസ്റ്റ്യനും ഓപ്ഷൻസും നന്നായി മനസ്സിലാക്കിയാൽ പിന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് വൈറ്റ്ലി ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് ദ ടൈം. സോ വാട്ട് യു നീഡ് ടു ഡു, യു നീഡ് ടു read the questions while they are giving the common instructions. Part B. In this part of the test, you'll hear 6 different extracts. In each extract, you'll hear people talking in a different healthcare setting. For questions 25 to 30, choose the answer A, B, or C, which fits best according to what you hear. You'll have time to read each question before you listen. Complete your answers as you listen. Now look at question 25. You hear a nurse briefing her colleague about a patient. Now read the question. അപ്പം ഈ ഒരു ടൈം, അതായത് ഈ സജഷൻസ് തരുന്ന ഈ സമയം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ സജഷൻ എന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ ലിസണിങ്ങിനും കോമൺ ആയിട്ട് തരുന്ന കാര്യം. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പോൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ചെവിയിൽ വളരെ ശക്തമായിട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, അത് മനസ്സിലാക്കുക എന്ന് പറയുമ്പം അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? യെസ്, അതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ 40 സെക്കൻഡ്സ് ഈ കമൻട്രി പറയാൻ വേണ്ടി OET ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 40 സെക്കൻഡ്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കാം. നമുക്കൊരു മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് നന്നായിട്ട് വായിച്ച് നോക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യനു മുമ്പും OET എഗെയിൻ നമുക്കൊരു 15 സെക്കൻഡ്സ് തരും. അപ്പോൾ ആ സമയവും നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം ഓഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ എഗെയിൻ നമുക്ക് 5 സെക്കൻഡ്സ് തരും കറക്റ്റായ ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ പാർട്ട് ബി അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. സോ യു ഹിയർ എ നേഴ്സ് ബ്രീഫിംഗ് ഹെർ കൊളീഗ് അബൌട്ട് എ പേഷ്യൻറ്റ്. അപ്പോൾ ഈ ഒരു എല്ലാ പാർട്ട് ബിക്കും ഇങ്ങനെ ഒരു സെൻറ്റൻസ് കാണും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? അപ്പം ഇവിടെ ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത്, ഏതാണ് സിറ്റുവേഷൻ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്ക് കിട്ടും. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരെ ആയിരിക്കും അവർ ഈ ഓഡിയോയിൽ പറയുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ 15 സെക്കൻഡ്സ് റീഡിംഗ് ടൈം നമുക്ക് കിട്ടുന്നത്. സോ വാട്ട് ഡസ് ഷീ വോൺ ഹെയർ കൊളീഗ് അബൌട്ട്? അപ്പോൾ എന്താണ് ഒരു നേഴ്സ് മറ്റൊരു നേഴ്സിനെ വോൺ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻ നമ്പർ A നോക്കാം. ദ പേഷ്യൻ്റ് ഈസ് അലർജിക് ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്. അപ്പം നമ്മൾ ആ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവിടെ മെയിനായ 2 കീവേഡ്സാണ് പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണത്? ഒന്ന് അലർജിക് ടു, 2 അതെന്തിനോടാണ്? ആൻറ്റിബയോട്ടിക്സ്.
അപ്പോൾ ഈ ഓപ്ഷൻസ് വായിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ജസ്റ്റ് അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. നമുക്ക് ആ ഓപ്ഷൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ ഈ കീവേഡ്സ് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ എപ്പോഴാണോ ഈ ഓഡിയോ കേൾക്കുന്നത് ആ സമയത്ത് നമുക്ക് ജസ്റ്റ് കണ്ണുകൊണ്ടൊന്ന് നോക്കുമ്പോൾ അലർജിക് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ണുകൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിയലായ മീനിങ് പിടികിട്ടുന്നു. നമ്മൾ മൊത്തത്തിൽ അത് വായിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ കെയർ മസ്റ്റ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദ പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള ഒരു കീവേഡ്സ് എന്ന് പറയുന്നത് കെയർ, ടേക്കൺ, ഫ്രം ഫോളിങ്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, കെയർ, ടേക്കൺ, ഫ്രം ഫോളിങ്. അപ്പോൾ അങ്ങനെ ആ 3 വേർഡ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഓപ്ഷൻ്റെ കറക്റ്റായ മീനിങ് നമുക്ക് പിടികിട്ടുക. അപ്പോൾ കെയറിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ടേക്കണിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അതുപോലെ തന്നെ ഫോളിങ്ങിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഇനി ഓപ്ഷൻ നമ്പർ സിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഓക്സിജൻ മേ ബി നീഡഡ് ഇഫ് ദ പേഷ്യൻറ്റ് ബിക്കം ബ്രീത്ത്ലെസ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വേർഡ് വന്നിരിക്കുന്നത്? ഓക്സിജൻ, നീഡഡ് ആൻഡ് അഗെയിൻ ബ്രീത്ത്ലെസ് അല്ലേ. അപ്പം ഈ വേർഡിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പം ഓക്സിജൻ ചിലപ്പം ആവശ്യമായി വരാം. എപ്പോഴാണ് പേഷ്യൻ്റ് എന്തെങ്കിലും ശ്വാസം മുട്ട് വരുമ്പോൾ ഒരു പരിധി വരെ ചിലപ്പം ഓക്സിജൻ ആവശ്യമായിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ് വായിക്കേണ്ടത്, എങ്ങനെയാണ് കീവേഡ്സ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പാരഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം അവർ പറയുന്നത് ഈ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ എവിടെയാണ് വന്നിരിക്കുന്നത്? വാട്ട് ഡസ് ഷീ വോണ്ട് ഹെയർ കൊളീഗ് അബൌട്ട്. ആ ഒരു പർട്ടിക്കുലർ ഏരിയ വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആ ഡീറ്റെയിൽസ് ജസ്റ്റ് കേൾക്കുകയും നമ്മൾ വേണം. അപ്പോൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. Mrs. Green was admitted last night for pneumonia. She came in yesterday with cough, fever, dizziness and chest discomfort. She is a healthy 60-year-old with a history of right knee replacement 5 years ago. She is at a high risk for falls due to her dizziness. അപ്പോൾ അവിടെ കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഷീ ഈസ് അറ്റ് എ ഹൈ റിസ്ക് ഫോർ ഫോൾസ് അല്ലേ, വീഴ്ചയ്ക്ക് ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഹെയർ ഡിസിനസ് ആണ്. അപ്പോൾ ഒബിയസ്ലി ഷീ ഈസ് അറ്റ് എ റിസ്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ നമ്പർ ബിക്കകത്ത് അത് കെയർ മസ്റ്റ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദ പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയത്തില്ലാത്ത വേറൊരു കാര്യം ഞാനിവിടെ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ എപ്പോഴും മനസ്സിലാക്കണ്ടേ, ഇവിടെ ഒരു നേഴ്സ് വേറെ ഒരു നേഴ്സിനോടാണ് സംസാരിക്കുക. അപ്പോൾ ഈ ഒരു നേഴ്സ് വേറെ ഒരു നേഴ്സിനോട് സംസാരിക്കുമ്പോൾ ആ പ്രോബ്ലമേ പറയത്തുള്ളൂ. ഒരിക്കലും ഒരു നേഴ്സ് മാനേജ്മെൻറ്റ് വേറൊരു നേഴ്സിനോട് പറഞ്ഞു കൊടുക്കത്തില്ല. അത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഈസ് അറ്റ് ദ റിസ്ക് ഫോർ ഫോൾസ് ഡ്യൂ ടു ഹെയർ ഡിസിനസ്. അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നാണെന്ന് അടുത്ത നേഴ്സിന് അറിയാം. സോ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് പാർട്ട് ബിക്കകത്തുണ്ട്. അപ്പോൾ പാർട്ട് ബിക്കകത്ത് ഏറ്റവും ആവശ്യമായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് 2 ഓപ്ഷനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായിരിക്കണം ഒരു സ്ട്രാറ്റജി. കറക്റ്റായ ആൻസർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം 2 ഓപ്ഷനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ വി ചേഞ്ച് ഹെയർ IV ആൻറ്റിബയോട്ടിക്സ് ടു ഓറൽ വിച്ച് ഷീ ഈസ് ടോളറേറ്റിംഗ് വെൽ. ഹെയർ അസസ്മെൻറ്റ് ഈസ് വിതിൻ നോർമൽ ലിമിറ്റ്സ് എക്സെപ്റ്റ് ഫോർ സം mild shortness of breath and wheezing. Her vital signs are stable. Oxygen saturation is 98% on 1 liter and she has been comfortable during my shift. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിജൻ അവിടെ കറക്റ്റായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓക്സിജൻ സാച്ചുറേഷൻ ഈസ് 98% on 1 liter എന്നാണ് പറഞ്ഞത്. സോ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 98 to 100%. അതാണ് അതിൻ്റെ നോർമൽ വാല്യൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി 98% ഉണ്ട്. അപ്പം ഓക്സിജൻ പിന്നെ വേണമെന്ന് അവിടെ ഒരു നെസസറി ആയിട്ട് പറഞ്ഞിട്ടുമില്ല.
സോ ആയതിനാൽ നമുക്ക് ആ ഓപ്ഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് വേറൊരു കാര്യം ഇവിടെ നോക്കാം, ഇഫ് ദ പേഷ്യൻസ് ബിക്കം ബ്രീത്ത്ലെസ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷീ ഹാസ് ബീൻ കംഫോർട്ടബിൾ ഡ്യൂറിങ് മൈ ഷിഫ്റ്റ്. അപ്പം ആ ഓപ്ഷൻ്റെ ഒരു സെഗ്മെൻറ്റ് മാത്രമല്ല, രണ്ടാമത്തെ സെഗ്മെൻറ്റ് നമ്മൾ പരിഗണിച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഓപ്ഷൻ നമ്പർ എ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഈസ് അലർജിക് ടു സം ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്. പക്ഷേ ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഷീ ഈസ് ഓൺ എ റെഗുലർ ഡയറ്റ് ആൻഡ് ഹാസ് നോ അലർജീസ്. അപ്പം അലർജി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഓപ്ഷൻ നമ്പർ എയും വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി, കെയർ മസ്റ്റ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദ പേഷ്യൻറ്റ് ഫ്രം ഫോളിങ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന്. അപ്പം ഇങ്ങനെയുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ.